അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു വസല്ലം അലാ നബിയ്യിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി പല വാക്കുകളും ഇല്ലാത്ത, പറയാത്ത, പറഞ്ഞു വന്ന് സ്ഥിരപ്പെട്ടിട്ടില്ലാത്ത പല കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിൽ പ്രചരിച്ചിട്ടുണ്ട്. ആളുകളൊന്നും ഉള്ളതൊന്നും ചെയ്യാൻ ആളുകൾ തയ്യാറല്ല. ബർക്കത്തിന് വേണ്ടി ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. റസൂലുള്ള പറഞ്ഞ് പഠിപ്പിച്ച കാര്യങ്ങൾ അത് ചെയ്യാൻ. ഉദാഹരണത്തിന് ജുമാക്ക് നേരത്തെ വരുന്ന കാര്യം തന്നെ ഓർത്താൽ മതി. അത് നേരത്തെ എത്തിയാൽ എത്രമാത്രമാണ് പ്രതിഫലം എന്ന് നമുക്കറിയാം. ഒട്ടകത്തെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലം ആദ്യം വരുന്നവർക്ക് അതെനിക്ക് കിട്ടണം. ജീവിതത്തിൽ ഒരിക്കൽ അത് കിട്ടിയിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കാം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആദ്യം പള്ളിയിൽ വരാൻ സാധിച്ചിട്ടുണ്ട്. എന്തിനാണ് മനുഷ്യന്മാരെ പിന്നെ ജീവിതം? എന്തിനായിരുന്നു പിന്നെ ജീവിതം? ഇവിടെ പുറത്ത് നിന്ന് സൂചിക്കാനാണ്. അതന്നെയല്ലേ ഇവിടെ നാൽക്കാലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ ആലോചിക്കണം. ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊന്നും ജനങ്ങൾക്ക് ആവശ്യമുണ്ടാവില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത, പ്രവാചകൻ പ്രോത്സാഹിപ്പിക്കാത്ത, പ്രവാചകൻ മാതൃക കാണിക്കാത്ത പല കാര്യങ്ങളും, പറയാത്ത പല കാര്യങ്ങളും പറഞ്ഞു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാനും അതിന്റെ പിന്നാലെ പോകാനും ആളുകളുണ്ട്. അതിൽപ്പെട്ട ഒരു കാര്യം പറയാം. ഒന്ന്, ഒരു വാക്ക്, മൻ സ്വല്ല ലൈലത്ത സാബിഅ വൽ 20 മിൻ റജബ്. റജബിൽ അതിന്റെ 27ാമത്തെ ദിവസം, റജബ് 27-ന് ഒരാൾ ഇസ്നത്തെ അശറത്ത റക്അഅ സ്വല്ലാം, അയാൾ 12 റക്അത്ത് നമസ്കരിച്ചു. സുമ്മ അസ്ബഹ സ്വായിമൻ, പിന്നീട് അയാൾ പിറ്റേ ദിവസം രാത്രി 12 റക്അത്ത് നിസ്കരിച്ചു. പിറ്റേ ദിവസം അയാൾ നോമ്പെടുത്തു കഴിഞ്ഞാൽ ഹത്തല്ലാഹു അൻഹു ദുനൂബഹു 60 സന, 60 കൊല്ലം അയാൾ ചെയ്ത പാപങ്ങളെ അല്ലാഹു പുറത്തെടുക്കും എന്ന് റസൂലുള്ള പറഞ്ഞിട്ടില്ല. വാക്കുകളുണ്ട്, പക്ഷെ ഈ സംഭവം എന്താണത്? മുൻകർ ആണ് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. വ്യക്തമായി ഉലമാക്കൾ നമ്മളെ പഠിപ്പിച്ചു. മുൻകറാണ്. 60 കൊല്ലം ഇബാദത്ത് ചെയ്ത പ്രതിഫലം റജബ് 27-ന് രാത്രി 12 റക്അത്ത് നിസ്കരിച്ച് നോമ്പെടുത്തു കഴിഞ്ഞാൽ കിട്ടും എന്ന് പറയുന്ന വാചകം ഇവിടെ പല ആൾക്കാർക്കും അറിയാൻ പറ്റും. ജുമാക്ക് വരാത്ത ആളുകൾ, ജുമാക്ക് നേരത്തെ വരാത്ത ആളുകൾ, നേരെ ചൊവ്വെ പർദ്ദ ധരിക്കാത്ത ആളുകൾ, ഇസ്ലാമികമായ വസ്ത്രധാരണം ഇല്ലാത്ത ആളുകൾ, സുന്നത്തെടുക്കാത്ത ആളുകൾ, സാധാരണ ഫർളായ നിസ്കാരം നിസ്കരിക്കാത്ത ആളുകൾ, സുബഹി നിസ്കരിക്കാത്ത ആളുകൾ, അതിനു മുമ്പുള്ള 2 റക്അത്ത് ഉറപ്പായ പ്രതിഫലം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാത്ത ആളുകൾ റജബ് 27-ന്റെ നോമ്പെടുക്കാൻ നടക്കുന്നത് കാണാൻ സാധിക്കും. എന്തൊരത്ഭുതം, എന്തൊരത്ഭുതം എന്ന് നമ്മളൊന്ന് ആലോചിച്ചപ്പോൾ റസൂലുള്ള പഠിപ്പിച്ചത് ചെയ്യാൻ ജനങ്ങളില്ല. പഠിപ്പിക്കാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ ജനങ്ങൾ തയ്യാറുമാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തെറ്റിദ്ധാരണ മാറുന്നതിന് വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. റജബ് 27-ന് ആരെങ്കിലും നോമ്പെടുത്തു കഴിഞ്ഞാൽ കതബല്ലാഹു ലഹു സിയാമ 60 ശഹ്റൻ, 60 മാസം നോമ്പെടുത്ത പ്രതിഫലം അവന് കിട്ടും എന്ന് പറയുന്ന വാക്കുണ്ട്. അതിനെപ്പറ്റി പണ്ഡിതന്മാര് പറഞ്ഞത്, ഹദീസ് പണ്ഡിതന്മാര് പറഞ്ഞത്, ആ റിവായത്ത് മുൻകർ എന്ന ഗണത്തിലാണ്, അതും സ്വീകരിക്കാൻ പറ്റുന്നതല്ല എന്ന ഗണത്തിലാണ്. അതിന്റെ ഒരു വാക്കുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യം റിസാലത്തുമായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നത് ആ ദിവസവും റജബ് 27-നാണ്. കളവല്ലേ? റജബ് 27-നല്ലല്ലോ, കളവല്ലേ ആ കാര്യം. അത് ലൈലത്തുൽ ഖദറിനാണ് എന്ന കാര്യം ഇത്തിഫാഖായ ഖുർആൻ പഠിപ്പിച്ച കാര്യമല്ലേ. അപ്പോ ഇത്തരത്തിലുള്ള കളവുകൾ പ്രചരിപ്പിക്കാനും ആളുകളുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറയുന്നത്, ഹാദാ ലാ അസ്ല ലഹു, ഈ പറയുന്നതിനൊന്നിനും ഒരു അടിസ്ഥാനവുമില്ല. فإن بعض أهل العلم يزعم أن 27 رجب أنها ليلة الإسراء. റജബ് 27 ലൈലത്തുൽ ഇസ്രാ വൽ മിഅ്റാജ്, ഇസ്രാ മിഅ്റാജ് നടന്നിട്ടുള്ള സംഭവമാണ്, ദിവസമാണ് എന്ന് ചില ആളുകൾ ജൽപ്പിക്കുന്നുണ്ട്. അതിനെപ്പറ്റി നോക്കിയപ്പോൾ ഹാദാ ലാ അസ്ല ലഹു, അതിനും ഒരു അടിസ്ഥാനവുമില്ല. റജബ് 27-നാണ് ഇസ്രാ മിഅ്റാജ് ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുന്നതിന് അടിസ്ഥാനമില്ല. വൽ ഹദീസ് മർവിയൻ, അതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഹദീസ് ഫിദാലിക ഗൈറു സ്വഹീഹ് അല്ല എന്ന് ഇബ്നു ബാസിനെ പോലുള്ള പണ്ഡിതന്മാർ വ്യക്തമായി ജനങ്ങളെ, വിശ്വാസികളെ പഠിപ്പിച്ചത് നമുക്ക് കാണാനായിട്ട് സാധിക്കും.
അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഉറപ്പായും പ്രതിഫലം ഉണ്ടെന്ന് പറയുന്ന കാര്യങ്ങൾ, അത് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സഹോദരിമാരുടെയും കുടുംബാംഗങ്ങളുടെയും ഇടയിൽ എല്ലാം ഈ ദീനിന്റെ ഈ സന്ദേശം, തൗഹീദിന്റെ സുന്നത്തിന്റെ ഈ സന്ദേശം എത്തിക്കുവാൻ കൂടി നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന് കൂടി ഉണർത്തുകയാണ്.